ശശി തരൂർ, ഒവൈസി, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് പറഞ്ഞത് രാഷ്ട്രീയമല്ല, രാജ്യമാണ് വലുത്, ഞങ്ങൾ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന്. മെയ് 27 ദുബായിൽ മലയാളികൾ സംഘടിപ്പിച്ച ഒരു പരിപാടി നിർത്തിവെച്ചുകൊണ്ട് രാജ്യത്തെ അപമാനിച്ച ഒരു നരാധമനായ ക്രിക്കറ്റ് താരത്തെ വരവേറ്റ് സ്വീകരിച്ച മലയാളികളെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ സംസാരിക്കുന്നത്. അതായത് അവിടെ ജോലി ചെയ്തിട്ട് ഭാരത മണ്ണിൽ വരാൻ ഇവർക്കൊക്കെ എന്ത് യോഗ്യത എന്നാണ് ചോദിക്കുന്നത്. ക്രിക്കറ്റ് താരം അഫ്രീദി പറഞ്ഞ ഓരോ വാക്കുകളും ഇന്ത്യക്കെതിരാണ്, ഇന്ത്യയുടെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്, ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, 27 പേർ മരിച്ച അവരെയും അവരെ കുടുംബത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് പരിപാടി നിർത്തിവെച്ചുകൊണ്ട് ദുബായിലെ മലയാളി സംഘടന വരവേറ്റത്, സ്വീകരിച്ചത്? ഇന്ത്യയിൽ ഏറ്റവും അധികം സംസ്കാര സമ്പന്നർ ജീവിക്കുന്ന സംസ്ഥാനമെന്നാണ് കേരളത്തെ പൊതുവെ പറയുന്നത്. നമ്മൾ അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള മലയാളികളുടെ ഗൾഫ് രാജ്യത്തെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ ഒരു സാംസ്കാരിക പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചിട്ടാണ് പാകിസ്ഥാൻ ക്രിക്കറ്റുകാരമായ ഷഹീദ് അഫ്രീദിയെയും അവരുടെ മുൻ പേസ് ബൗളറായ ഉമർ ഗുല്ലിനെയും സ്റ്റേജിലേക്ക് വിളിച്ചു നിർത്തി അവർ വലിയ സ്വീകരണം നൽകിയത്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളോട് നമുക്ക് ആരാധനയുണ്ടാകാം, സ്നേഹമുണ്ടാകാം, ഇഷ്ടമുണ്ടാകാം. പക്ഷേ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നിരപരാധികളായ 26 പേരെ കൊലപ്പെടുത്തിയ പാകിസ്ഥാനുമായിട്ട് ഇനി യാതൊരു തരത്തിലുള്ള ബന്ധവും വേണ്ട. നയതന്ത്ര തലത്തിൽ, വ്യാപാര തലത്തിൽ ഒരു മേഖലയിലും ബന്ധം വേണ്ട. ഇതാണ് നമ്മുടെ തീരുമാനം. മാത്രമല്ല, ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയത് ഭീകരാക്രമണമാണെന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ അറിയിക്കാൻ കൂടിയാണ് നമ്മുടെ ഇവിടെ നിന്ന് ഈ MP-മാരുടെ പ്രതിനിധി സംഘത്തെ 7-8 ഗ്രൂപ്പായിട്ട് തിരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഒരു കാലത്ത് ഈ അസുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന MP അയാൾ വളരെ മോശമായിട്ട് BJP രാജ്യത്തേക്ക് കുറ്റപ്പെടുത്തുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം ഉണ്ടായ സമയത്ത് രാജ്യത്തിനൊപ്പം നിൽക്കുന്നു. അപ്പോൾ രാഷ്ട്രമാണ് വലുതെന്ന് ഒവൈസി പോലും പറയുന്നു, ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MP പറയുന്നു, ജോൺ ബ്രിട്ടാസ് പോലും പറയുന്നു. ആ സമയത്താണ് സംസ്കാര സമ്പന്നർ എന്ന് അഭിമാനിക്കുന്ന മലയാളികൾ പാകിസ്ഥാൻകാരെ വിളിച്ചു നിർത്തി വളരെയധികം അഭിനന്ദിക്കുന്നു, അല്ലെ അവർക്ക് വലിയ സ്വീകരണം കൊടുക്കുന്നു. അതും ഒരു സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചിട്ടും. ഇക്കഴിഞ്ഞ 27 ദുബൈയിൽ കുബ എന്നാണ് പറയുന്നത്, അത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി BTech അലുമിനി അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന. ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് അവർ വലിയൊരു സാംസ്കാരിക പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച് അവർ ഓരോ പരിപാടികൾ നടത്തുന്നു. വൈകുന്നേരമായപ്പോൾ സാംസ്കാരിക പരിപാടിയിലേക്ക് കടക്കുന്നു. ആ സമയത്താണ് ഷഹീദ് അഫ്രീദിയും ഉമർ ഗുല്ലും അവിടേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും മലയാളിയുടെ പരിപാടിയിലേക്ക് എങ്ങനെ വന്നു? അവിടെ നടന്ന പാകിസ്ഥാൻ അസോസിയേഷൻ ഉണ്ട് ദുബായിലെ, അവരവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. സ്വാഭാവികമായി ഈ താരങ്ങൾ അവിടെ എത്തി. നമുക്കറിയാലോ, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ജീവിക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ്. ക്രിക്കറ്റ് താരമായിക്കോട്ടെ, അല്ലെ സാംസ്കാരിക സമ്പന്നരായിക്കോട്ടെ, ഇവരാരും പാകിസ്ഥാനിലല്ല ജീവിക്കുന്നത്. കൂടുതൽ പേരും ഗൾഫ് രാജ്യങ്ങളിൽ, അല്ലെ UK പോലുള്ള രാജ്യങ്ങളിലാണ്. അപ്പോൾ അവിടെ നടക്കുന്ന പരിപാടികളിൽ പണ്ട് ക്രിക്കറ്റിൽ മികവൊക്കെ പുലർത്തിയ ആളുകൾ അവിടെ പങ്കെടുക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന അഫ്രീദി, അയാൾ മലയാളികളുടെ പരിപാടിയല്ലേ, സ്വാഭാവികമായിട്ടും മലയാളെ പുകഴ്ത്തി. അപ്പോൾ എല്ലാവരും വലിയ കയ്യടിയോടെ സ്വീകരിക്കുന്നു. എന്താ പറയുന്നത്? മലയാളികളുടെ ആതിഥേയ മര്യാദ വലിയ സംഭവമാണ്, അവരുടെ ഭക്ഷണം അതെനിക്കിഷ്ടമാണ്, കളത്തിനകത്ത് ഞങ്ങൾ ശത്രുക്കളെ പോലെ പോരാടും, ആര്? ഇന്ത്യയുമായിട്ട്. പക്ഷേ കളത്തിന് പുറത്തെത്തിയാലോ ഞങ്ങൾ വളരെ സൗഹൃദം, ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാം. എപ്പോൾ? പഹൽഗാം ആക്രമണത്തിന് മുമ്പ് വരെയാണെങ്കിൽ നമ്മൾക്കിത് അംഗീകരിക്കാം. ഇതിപ്പോൾ അങ്ങനെയല്ല. ഈ ഷഹീദ് അഫ്രീദി എന്ന് പറയുന്നത് വളരെ മോശമായി ഇന്ത്യൻ സംസ്കാരത്തെ, ഇന്ത്യൻ ജനതയെ, ഇന്ത്യൻ പട്ടാളത്തെ അപമാനിച്ച ആളാണ്. അതായത് പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് ആക്രമണം നടന്നത് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിന്ന ആക്രമണ പരിപാടിയായിരുന്നു. ഈ സമയത്ത് 8 ലക്ഷത്തോളം പട്ടാളക്കാരുണ്ടെന്ന് അഭിമാനിക്കുന്ന ഇന്ത്യക്ക് എന്തുകൊണ്ട് അവിടെ എത്താൻ കഴിഞ്ഞില്ല? ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യക്കാർ തന്നെ ഒരു തീവ്രവാദ ആക്രമണത്തിൻ്റെ ഡെമോ സൃഷ്ടിക്കുന്നു, നമ്മൾ തന്നെ കൊല്ലുന്നു. എന്നിട്ട് ലോക മാധ്യമങ്ങളിലൂടെ അയ്യോ ഞങ്ങൾ പാകിസ്ഥാൻകാർ കൊന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ഇതാണ് ഷഹീദ് അഫ്രീദി അവിടെ നിന്ന് പറഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ ഒരു പടക്കം പൊട്ടിയാൽ പോലും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നവരാണ് ഇന്ത്യ എന്ന് അപമാനിച്ച ആളാണ് ഈ ഷഹീദ് അഫ്രീദി. കളിക്കാരനെന്നല്ല, അയാളോട് നമുക്ക് ബഹുമാനം ഉണ്ടാകും, ഇഷ്ടമുണ്ടാകും, സ്നേഹമുണ്ടാകും. പക്ഷെ അതിനപ്പുറമാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നു. പഹൽഗാമിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാനാണെന്നും അവർ ട്രെയിൻ ചെയ്ത ഭീകരവാദികളാണെന്നും ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞതാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തു വിട്ടു. അതിന് മറുപടിയായിട്ട് നമ്മൾ അവരുടെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർത്തു. എന്നിട്ടും മലയാളികൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ എങ്ങനെയാണ് ഈ നരാധമനെയൊക്കെ വിളിച്ചു നിർത്തി ഒരു സ്വീകരണം കൊടുക്കുക, അഭിനന്ദിക്കുക? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും കഴിയില്ല. ഈ സിനിജ് പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാനും തുടങ്ങാം. ഈ അഫ്രീദി പറഞ്ഞത് ഭീകരവാദത്തെ ചുമക്കുന്നതും സ്വന്തം ജനങ്ങളെ കൊന്നെടുക്കുന്നതും ഇന്ത്യ തന്നെയാണ്, എന്നിട്ട് അതിന്റെ പഴി പാകിസ്ഥാന് മേലിടും. അതായത് ഈ പറഞ്ഞതുപോലെ പഹൽഗാമിൽ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കിയതും ഭീകരരെ ഇറക്കി
വിട്ടതും 27 നിരപരാധികളെ കൊന്നതും ഇന്ത്യ തന്നെയാണ്. എന്നിട്ട് ഇന്ത്യ അതിന്റെ പഴി പാകിസ്ഥാന്റെ മേൽ കൊണ്ടിടും. എന്ത് രാജ്യവിരുദ്ധപരമായ പരാമർശമാണ് അയാൾ നമ്മളെ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ളതാണ്. ആ നരാധമനെ, ആ തെമ്മാടി എന്ന് വേണം വിളിക്കാൻ. കാരണം ഇപ്പോ പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനാണ് ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ലാഹോറിൽ നടന്ന ഒരു പരിപാടിയിൽ ഇയാളായിരുന്നു മുഖ്യ അതിഥി. അതിന്റെ മുന്നിൽ നിന്ന് ജയ് വിളിച്ചുകൊണ്ടൊക്കെ ഇയാൾ പോകുന്ന ചിത്രങ്ങളൊക്കെ വൈറലായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ ഇന്ത്യക്കാർ വിളിച്ച് അല്ലെങ്കിൽ മലയാളികൾ വിളിച്ച് അവർ നടത്തുന്ന പരിപാടി നിർത്തിവെച്ചുകൊണ്ട് അവർ എന്താ പറയുക, ഇയാളെ സ്വീകരിക്കുന്നു, ഇയാളെ വരവേൽക്കുന്നു, ഇയാൾ സംസാരിക്കുന്നത് കേട്ട് കൈയടിക്കുന്നു. ഇതൊക്കെ ഇവനൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് ഭാരത മണ്ണിൽ ഇനി കാല് കുത്തരുത് എന്നാണ് പറയുന്നത്. എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കണം. ഇവന്റെ ഒക്കെ പാസ്പോർട്ട് റദ്ദാക്കണം, കൃത്യമായ അന്വേഷണം നടത്തണം. ഈ പരിപാടി നടത്തിയവരെ കുറിച്ചൊക്കെ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. കാരണം ചോറ് ഇവിടെയും കൂർ അവിടെയും എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഇത്തരം ഈ പിതൃശൂന്യന്മാരെ ഒരു തരത്തിലും വച്ച് വാഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സിനിജ് പറഞ്ഞതുപോലെ OYC ഒക്കെ നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പോലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ചെന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഭീകരത ഒരു തരത്തിലും വച്ച് വാഴിക്കാൻ ഞങ്ങൾ ഇന്ത്യക്കാർ അനുവദിക്കില്ല, ഇന്ത്യയെ തൊടാൻ പാകിസ്ഥാനെ ഇനി സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു. ജോൺ ബ്രിട്ടാസ് എപ്പോഴും BJP സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന ജോൺ ബ്രിട്ടാസ് പറയുന്ന ഇതാണ്: ഞങ്ങൾക്ക് ഭാരതമാണ് വലുത്, അവിടെ ഭീകരതയെ ഞങ്ങൾ വച്ച് വാഴിക്കില്ല. ശശി തരൂർ അദ്ദേഹവും പറയുന്നത് ഇതാണ്. ഇന്നലെ ഞാൻ കരിമൊഴിയുടെ ഈ ലോകരാജ്യങ്ങളിൽ അവർ സംസാരിക്കുന്ന പ്രസംഗം കേട്ടു. അവർ പറയുന്നതും ഇത് തന്നെയാണ്. ഞങ്ങൾ ഘടകകക്ഷികളാണ്, ഞങ്ങൾ ഭരണപക്ഷത്തുള്ളവരല്ല, പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യമാണ് ഏറ്റവും വലുത്. അങ്ങനെ പറയുന്ന പ്രതിപക്ഷമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത്. നമ്മൾ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം നമ്മുടെ മാതാവിന് തുല്യമാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ ഭാരതീയനും ജീവിക്കുന്നത്. ഈ കേരളത്തിൽ കുറെ പാകിസ്ഥാൻ സ്നേഹികൾ ഉണ്ടാകാം, പക്ഷേ ഇവിടെ നിന്ന് പ്രവാസിയായി പോയതിനു ശേഷം വീണ്ടും ഇന്ത്യൻ മണ്ണിലേക്ക് വരാൻ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഇന്ത്യയുടെ പാസ്പോർട്ട് ഉള്ളവർ, ഇന്ത്യൻ പൗരത്വമുള്ളവർ പാകിസ്ഥാനിൽ ചെന്ന് നിന്ന് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരെയും നമ്മുടെ ഇന്ത്യൻ ജനങ്ങളെയും പഹൽഗാമിൽ മരിച്ച നിരപരാധികളായ 27 പേരുടെയും ജീവനും അവരുടെ ബന്ധുക്കളെയും അപമാനിച്ച ഒരു നരാധമനെ വരവേൽക്കുന്നു, സ്വീകരിക്കുന്നു, അയാളെ പൊന്നാട അണിയിക്കുന്നു, അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അയാൾ പറയുന്നത് കേൾക്കുന്നു, അത് പറയുന്നത് കേട്ട് കൈയടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. നിങ്ങൾ പാക് ക്രിക്കറ്റ്കാരെ സ്നേഹിച്ചോളൂ, പക്ഷേ അത് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന, ഇന്ത്യ മോശക്കാരാക്കുന്ന, ഇന്ത്യൻ സൈനികരും ജനങ്ങളെ അപമാനിക്കുന്നവന് വേണ്ടി ആകരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ശരിക്കും ഓർമ്മച്ചുവടുകൾ 2025 എന്നാണ് ഈ പരിപാടി വരുന്നത്. അപ്പോൾ സാംസ്കാരിക പരിപാടിയാണ്. മലയാളികൾ അടക്കം ഇതിനകത്ത് ഉൾപ്പെടുന്നു. പ്രത്യേകിച്ച് മലയാളികളാണെന്ന് പറയാം. കാരണം കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിച്ച BTech പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ്. അത്തരത്തിലൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ 10-12 പേരായിരിക്കും ഇതിൻ്റെ ഭാരവാഹികൾ. ഒരാൾക്ക് പോലും ഈ ഷഹീദ് അഫ്രീദിയെ, ഉമർ ഗുല്ലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട, നമ്മളിങ്ങനെ സ്വീകരണം കൊടുക്കേണ്ട എന്ന് പറയാനുള്ള ആർജവം ഇല്ലാതായി പോയോ? എന്താണ് ഇവരിങ്ങനെ പ്രവർത്തിക്കുന്നത്? നമുക്ക് ഞെട്ടലല്ലേ ഉണ്ടാക്കുന്നത്? നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, നമ്മൾക്കൊരിക്കലും ഊഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, എന്ത് കൊള്ളരുതായ്മ പാകിസ്ഥാൻ കാണിച്ചാലും അവരൊരു സെലിബ്രിറ്റി ആണെങ്കിൽ അതിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കാനും അത് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാനും ഉളുപ്പില്ലാത്തവരായി കുറച്ച് മലയാളികൾ മാറുന്നു. എല്ലാവരുമല്ല. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നാൽ ഇന്ത്യൻ ഭരണകൂടത്തെ പേടിക്കേണ്ട, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സ്നേഹിക്കേണ്ട, അതിനെ അംഗീകരിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾ സത്യത്തിൽ അവർ ഭാരതീയരാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. കാരണം സമൂഹ മാധ്യമങ്ങൾ വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. അഫ്രീദി എന്ന് പറയുന്ന ക്രിക്കറ്റ് താരത്തിന് സാധാരണ ഇതിൽ പ്രശ്നമില്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇന്ത്യൻ പട്ടാളത്തെ അപമാനിച്ചു, ഇവിടെ പടക്കം പൊട്ടിയാൽ പോലും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുകയും ഈ ആക്രമണത്തിൽ പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറഞ്ഞ് വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ മുഖ്യാതിഥിയാകുകയും ചെയ്ത ഒരാളാണ് ഷഹീദ് അഫ്രീദി. അയാൾ വന്നിട്ട് കേരളത്തെക്കുറിച്ച് പുകഴ്ത്തി എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വലിയ സ്വീകരണം കൊടുക്കേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല തൊട്ടടുത്തുള്ള ദുബായ് അസോസിയേഷൻ, പാകിസ്ഥാന്റെ ആ അസോസിയേഷനിൽ പരിപാടിക്ക് വന്ന ആളെ സംഘാടകർ പോയി കാല് പിടിച്ചാലേ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കാല് പിടിച്ചു കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അത് ഇവർ ഇരുത്തി ചിന്തിക്കണം അല്ലേ? വേണ്ടേ? ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം സുനിജി. നിഷാൽ കൗശൽ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ലേഡി ഉണ്ട്. അവർ കശ്മീരി ഇന്ത്യൻ പൗരത്വമുള്ള കശ്മീരിയിൽ ജനിച്ച വളർന്ന ഒരാളാണ്. ഓസ്ട്രേലിയയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ നിരന്തരം ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ പറയുക, ഇന്ത്യക്കെതിരെ നിരന്തര വിമർശനം ഉന്നയിക്കുക.
ആദ്യമായി ഇന്ത്യ OC എന്ന് പറയുന്ന ഒരു കാർഡുണ്ട്, അത് റദ്ദാക്കിയത് ഈ നിഷാൽ കൗൽ എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ. അതായത് ഇന്ത്യയിൽ വരാനോ ഇന്ത്യൻ പൗരത്വം അവർക്ക് നിഷേധിക്കപ്പെടും, ഇന്ത്യയിൽ വരാൻ സാധിക്കില്ല, അവരെ ബന്ധുക്കളെ ഇന്ത്യയിൽ വന്ന് കാണാൻ പറ്റില്ല, അവർക്കിവിടെ എന്തെങ്കിലും സ്വത്തുവകകളുണ്ടെങ്കിൽ അത് സർക്കാർ കണ്ടുകെട്ടും, സർക്കാരിന്റെ ഇതിലേക്ക് പോകും. അതാണ് ഈ നിയമം എന്ന് പറയുന്നത്. ആ നിയമം റദ്ദാക്കി, അവർക്ക് ആ നിയമം റദ്ദാക്കി. അങ്ങനെ റദ്ദാക്കിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ഈ നിഷാൽ കൗൽ എന്ന് പറയുന്നത്. ഇതേ നിലപാട് ഈ ദുബായിൽ ഈ മലയാളി സംഘടനകളിലുള്ളവരോട് ഇന്ത്യ കാണിക്കാൻ നിന്നാൽ ഇവനൊക്കെ ജീവിതത്തിൽ ഇവിടെ വന്ന് ഭാര്യയും മക്കളെയും അമ്മയും ഉമ്മമാരെയും ബാപ്പമാരെയും ഒന്നും കാണാൻ കഴിയില്ല എന്ന് ഓർത്താൽ നന്നു.